സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനും സർവോപരി ഗായകനുമായ അഡ്വക്കേറ്റ് അംബരീഷ് ബൈക്കത്തിനെ പ്രൊഫസർ വി മധുസൂദനൻ മാഷിന്റെ ഒരു കവിത ചൊല്ലുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. മുകളിൽ കയറി ചെയ്യും മാഷ്. മലയാളത്തിൻ്റെ വാഗ്വിലാസത്തിൻ്റെ വരപ്രസാദം പ്രിയ കവി ശ്രീ വി മധുസൂദനൻ നായരുമൊത്ത് ഈ മഹത്തായ ദിനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏറെ ആവേശവും പ്രചോദനവും നൽകിയിട്ടുള്ള ഒരു അനുഭവമാണുള്ളത്. വളരെയേറെ പറയാനുണ്ടെങ്കിലും ഒരു കവിതയിൽ മാത്രം ചുരുക്കുന്നു. കാരണം നിരവധിയായ പരിപാടികൾ ഇന്നിവിടെ നടക്കാനുണ്ട്. 3 പതിറ്റാണ്ടായുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഇന്നിവിടെ സഫലമാകുന്നത്. അദ്ദേഹത്തിനെ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് മുൻപിൽ ഒരു കവിത ചൊല്ലാനുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വെച്ച് തന്നെ മാമ്പഴം റിയാലിറ്റി ഷോയുടെ ഫൈനൽ അന്ന് അദ്ദേഹം തന്നെ ചൊല്ലി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കവിത എനിക്ക് കേൾക്കാനായി പുരുഷമേധം. ആ കവിതയാണ് ഞാൻ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമെന്ന പ്രതീക്ഷയോടെ ചൊല്ലുകയാണ്. മൃതിവരം തന്ന ജന്മമേ നിന്നോടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. മൃതിവരം തന്ന ജന്മമേ നിന്നോടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. നരകഗാഥയിൽ എന്നെ ആർത്തസ്വര കണികയായി കുരുത്തിട്ടതെന്തു നീ. അരുണജീവനുടച്ചെറിഞ്ഞെന്നിലെ തരുണരക്തം പൊളിപ്പിച്ചതെന്തു നീ. കുടലുപറ്റിയ ബാല്യവും തീക്ഷ്ണമാം കടലുനക്കും ഹരിത കൗമാരവും. കുടലുപറ്റിയ ബാല്യവും തീക്ഷ്ണമാം കടലുനക്കും ഹരിത കൗമാരവും. ഉടലിൽ വാഴും പുരാതനമഗ്നിയും ഉരലിലിട്ട് ചതയ്ക്കുന്നതെന്തു നീ. ചിതൽ കരണ്ട കുലപ്രതാപത്തിൽ എൻ ജനനി തൻ മനം വീണു പൊട്ടുന്നതും. മുറിവിലെ ചോര തൊട്ട് കുലീനമാം കുറിയണിഞ്ഞച്ഛനൂരു ചുറ്റുന്നതും. ചിതൽ കരണ്ട കുലപ്രതാപത്തിൽ എൻ ജനനി തൻ മനം വീണു പൊട്ടുന്നതും. മുറിവിലെ ചോര തൊട്ട് കുലീനമാം കുറിയണിഞ്ഞച്ഛനൂരു ചുറ്റുന്നതും. വറുതി തുള്ളിയഴിച്ച കളത്തിൽ ഞാൻ വയറൊഴിഞ്ഞ് വിശപ്പ് മാറ്റുന്നതും. ഒരു നറുന്നണ്ടിവേരിനായി പട്ടിണിക്കുഴികളിൽ നിലം പറ്റ് ഇഴഞ്ഞിഴഞ്ഞ് അയലിടങ്ങളിലൂറും മണങ്ങളിൽ മനമിഴച്ച് മടങ്ങിയെത്തുന്നതും പറകയാണ് ഇതിഹാസങ്ങളോതുമാ പഴയ സൂതന്റെ പിന്മുറപ്പാട്ടുകാർ. പറകയാണിതിഹാസങ്ങളോതുമാ പഴയ സൂതന്റെ പിന്മുറപ്പാട്ടുകാർ. കഥയിലെ കരുണം കൊണ്ടു മീലിതം ബലിസദസ്സിൽ പുരോഹിതലോചനം അകമലിഞ്ഞ് എന്നെ വന്നു തൊടുന്നിതോ. അരികിൽ വേവും ഒരുക്കു നെയ്യിൻ മണം. രസന ബന്ധിച്ച് തീയൊഴിഞ്ഞ് എപ്പോഴേ വിശസനത്തിനൊരുക്കിയതേനു ഞാൻ.
രസന ബന്ധിച്ച് തീയൊഴിഞ്ഞെപ്പോഴേ വിശ്വസനത്തിനൊരുക്കിയതേനു ഞാൻ. എവിടെയുണ്ടൊരു ദേവനിന്നെൻ്റെ ഈ അഴലിനെ കനലാഴിയിൽ തള്ളുവാൻ? അനുജനെ താങ്ങി മെയ്യണച്ച് അമ്മ തൻ ഉറവ് നിർത്താതെ ഊട്ടവേ. അനുജനെ താങ്ങി മെയ്യണച്ചമ്മ തൻ ഉറവ് നിർത്താതെ ഊട്ടവേ. ജ്യേഷ്ഠനെ മധുരമെല്ലാം ഒഴിച്ചും പുതപ്പിച്ചും അരുമയോടച്ഛനാകാശമെണ്ണവേ. ഇടയിൽ ഈ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ. ഇടയിൽ ഈ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ. അക്ഷരപാരണയ്ക്ക് അരികു പൊട്ടിയ മൺചട്ടി വേദനക്കനലിൽ മുക്കി കുടിച്ചു വളർന്നവൻ. ഇടയിൽ ഈ മകൻ അക്ഷരപാരണയ്ക്ക് അരികു പൊട്ടിയ മൺചട്ടി വേദനക്കനലിൽ മുക്കി കുടിച്ചു വളർന്നവൻ. ഉരിയരി കഞ്ഞിവെള്ളത്തിനായി വിറ്റതൊരു കതിർപ്പാടം. ആവണിപ്പുത്തരി നിറപറ നാഴിവെള്ളൊട്ടുകിണ്ടിയും നിലവിളക്കും വെളിച്ചവും പൂമുഖപ്പലകയും താളിയോല നാരായവും ഹൃദയമാരൂഢമായൊരൻ വീടിൻ്റെ ഉടലും ആത്മാവും അസ്ഥിത്തറകളും ഒടുവിലായി എൻ്റെ ഈ നഷ്ടജാതകം. വചനവായുക്കൾ കെട്ടി എന്നമ്മയാം കരുണയൂറിയ നാഭിനാളം കെട്ടി ഗതി തിരക്കേണ്ട പാദങ്ങളും കെട്ടി അപമൃതിച്ചോരധാര കോരി കടപെരുകി വീർത്ത് കറുത്തഴുകുന്നൊരീ ബലിമരത്തിൽ ഞാൻ ബദ്ധൻ നിരാശ്രയൻ. അശനിവാളെടുത്ത് എന്നച്ഛനാണതാ അറവുമൂർച്ച വരുത്തുന്നു. ചൂഴവും ചുടലമന്ത്രങ്ങൾ ചോരയും കാത്തതാ ബലിഭുഗാകാരമർന്നിരിക്കുന്നൊരാൾ. ദുരധികാര മഹോദരം ചാരയായി ചിറക് ചിക്കുന്ന കാക്കക്കിനാവുകൾ. നിയമവ്യായാമികൾ മന്ത്രവിത്തുകൾ നിലതിരക്കുന്ന ഭൂതമേധാവികൾ. ഋണധനങ്ങളില്ലാത്ത സത്യത്തിനെ നിണമൊഴിച്ച് വികൃതമാക്കുന്നതാർ. ഋണധനങ്ങളില്ലാത്ത സത്യത്തിനെ നിണമൊഴിച്ച് വികൃതമാക്കുന്നതാർ. തുടിയിടം തേടി വാടുന്ന താളമായി ഗതിമറക്കുന്നു വിഭ്രമച്ചാലുകൾ. പതികിടക്കുന്ന ഗോത്രസ്വപ്നങ്ങളിൽ പനിയരിച്ചെൻ്റെ മേനി പൊള്ളുന്നുവോ? പതികിടക്കുന്ന ഗോത്രസ്വപ്നങ്ങളിൽ പനിയരിച്ചെൻ്റെ മേനി പൊള്ളുന്നുവോ? വിധി നിഷേധ ചക്രങ്ങൾക്കിടയ്ക്ക് വീണുരയുമീ ക്ഷുദ്രജീവിത ഗദ്ഗതം. വിധി നിഷേധ ചക്രങ്ങൾക്കിടയ്ക്ക് വീണുരയുമീ ക്ഷുദ്രജീവിത ഗദ്ഗതം. വിഫല നിശ്വാസമായുടയുമ്പോഴും പതയുകയാണ് അഹത്തിൻ്റെ ലാലസ. ക്ഷണിക ജന്മം ഒടുങ്ങുന്നതും മൃതി, ജഡവിലാസം ചുമക്കുന്നതും മൃതി. മൃതനിവൻ ജന്മകാലം മുതൽ സ്വയം മൃതശരീരം ചുമന്നേ നടപ്പവൻ. ഇരുളറകളിൽ നിന്നും കടന്നലിൻ പരുഷദംശം പറന്നു വരുന്ന പോൽ ഹവനമന്ത്രങ്ങൾ കുത്തുന്നു ജീവനിൽ. ഒരു തണുത്ത നിഴൽ വന്നിറങ്ങുമാ നിമിഷം എൻ നെഞ്ചിലൂടെ നടക്കയോ? ഒരു തണുത്ത നിഴൽ വന്നിറങ്ങുമാ നിമിഷം എൻ നെഞ്ചിലൂടെ നടക്കയോ? കുടലിരുട്ടിൽ പതുങ്ങുന്നു പ്രാണനും. ഇതു വ്യതീപാതകാലം മനസ്സിലെ ഹരിണശാന്തി ഇറങ്ങിയോടുന്നു. ഇതു വ്യതീപാതകാലം മനസ്സിലെ ഹരിണശാന്തി ഇറങ്ങിയോടുന്നു.
പാഴ്ചിതിയിലെ ശേനവക്ത്രം പിളരുന്നു, വരുണപാശം ഞെരിക്കുന്നു ജീവനെ. ഹൃദയപാണിയിൽ താളപ്രരോഹം എൻ ചമസകണ്ഠത്തിലെ സ്വരസോമവും. ഇനിയുറവ പൊട്ടുകൻ ശുഷ്കപ്രവാഹമേ, ഭുവനഖനി പൊട്ടിച്ചു വരിക പർജന്യമേ. ഇനിയുറവ പൊട്ടുകൻ ശുഷ്കപ്രവാഹമേ, ഭുവനഖനി പൊട്ടിച്ചു വരിക പർജന്യമേ. രുധിരമഥനം ചെയ്ക പവന സർപ്പങ്ങളെ, അടിമുടി ഉദിക്കെന്റെ സൂര്യപ്രചണ്ഡതെ. കുലവില്ലെടുത്ത് മൃതിവലയങ്ങൾ ഭേദിച്ച് കുതികുതിക്കെന്നുള്ളിൽ ഉണരും അശ്വങ്ങളെ. മുറുകുമീ ഉഷ്ണശിഖതൻ ബന്ധനങ്ങളിൽ ശമനമായി പെയ്യുക. മുറുകുമീ ഉഷ്ണശിഖതൻ ബന്ധനങ്ങളിൽ ശമനമായി പെയ്യുക. ഈ നാഭിബന്ധത്തിലിനി മനനമണിയായി തപിച്ചുജ്വലിക്കുക. ഉറയും ശിലാസ്തംഭപാദങ്ങളിൽ മനസ്സരവേഗമായി പറക്കുക. നഭസ്സിന്റെ ഹൃദയകുണ്ഠത്തിനുമപ്പുറം പായുക. ഉദയഭൂപാളമായി അനുഗാനമായി വരികയായി കപിഞ്ചല പക്ഷികൾ. ഉദയഭൂപാളമായി അനുഗാനമായി വരികയായി കപിഞ്ചല പക്ഷികൾ. മൃതശിരസിൽ ഉഷസ്സിൻ്റെ അങ്കുലി, മൃതമനസ്സിൽ പ്രസാദ സങ്കീർത്തനം. മൃതപദങ്ങളിൽ സ്വാച്ഛന്ദ്യ നർത്തനം. അമൃതയോഗം വരം നിത്യം അക്ഷരം. നമ്മുടെ ക്യാമ്പുകളിലൊക്കെ മലയാള കവിതയുടെ ചരിത്രപ്രധാനമായ കവിതകളൊക്കെ വളരെ ഗംഭീരമായിട്ട് വായിച്ച് ചൊല്ലി പെർഫോം ചെയ്യുന്നൊരു സംഘം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഈ പരിപാടി നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഈ കവിത ചൊല്ലാൻ വേണ്ടി വരാം എന്ന് പറഞ്ഞാണ് കോട്ടയത്ത് നിന്ന് അദ്ദേഹം സദസ്സിൽ വന്നിട്ടുള്ളത്. എല്ലാവരുടെയും പേരിൽ ഞാൻ അംബരീഷിന് നന്ദി പറയുന്നു. നമ്മൾ അംബരീഷിൻ്റെ ഈ കവിത തിരഞ്ഞെടുപ്പും ആലാപനവും എനിക്ക് ശരിക്കും കണ്ണു നിറച്ചു, മനസ്സ് നിറച്ചു. ഒരു വലിയ അഭിമാനം തോന്നി. ഇത്തരം കവിത തിരഞ്ഞെടുക്കാൻ ചെറുപ്പക്കാർ ഉണ്ട്. ഈ കവിത വേദവേരുകൾ ഉള്ളതാണ്. ശരിക്കും ഋഗ്വേദത്തിൽ ശുനച്ഛേദന്റെ മന്ത്രങ്ങളുണ്ട്. അത് വല്ല വിചിത്രമായൊരു കഥയാണ്. പിൽക്കാലത്തെ പുരാണങ്ങളിൽ ഹരിശ്ചന്ദ്രൻ സത്യവാനാണ്. വേദത്തിലെ ഹരിശ്ചന്ദ്രൻ ഇന്ദ്രനോട് ഒരു കുഞ്ഞിനെ തരണം എന്നാവശ്യപ്പെട്ടു. കുഞ്ഞിനെ തന്നാൽ എനിക്ക് ബലി തരുമോ എന്ന് ഇന്ദ്രൻ ചോദിച്ചു. തീർച്ചയായിട്ടും ബലി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കിട്ടി. ഒരു പുത്രൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ബലി തരാൻ ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അപ്പോൾ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു അത് പല്ല് മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞു. പല്ല് മുളച്ചു കഴിഞ്ഞ് വീണ്ടും ഇന്ദ്രൻ വന്നു. അപ്പോൾ പറഞ്ഞു ഈ മുളച്ച പല്ല് കൊഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ മുളച്ചാലല്ലേ തരാൻ നോക്കും എന്ന് പറഞ്ഞ് വീണ്ടും നീട്ടി. പിന്നെ വീണ്ടും മുളച്ച പല്ല് വീണ് വീണ്ടും അടുത്ത പല്ല് കിളിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്ന് ചോദിച്ചു എവിടെ ബലി? പയ്യനെ ബലിതാ. അത് 12 വയസ്സാകുമ്പോഴല്ലേ ബലി തരേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും ഉഴപ്പി. അങ്ങനെ വന്നപ്പോൾ ഇന്ദ്രൻ അങ്ങ് പോയി. 12 വയസ്സാകുന്നതിൻ്റെ തലേ ദിവസം മോനെ വിളിച്ച് പറഞ്ഞിട്ടേ ഞാൻ ഇന്ദ്രന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, നിന്നെ ബലി കൊടുക്കാന്ന്. നിനക്ക് 12 വയസ്സാകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം, നീ സ്വതന്ത്രൻ. അവൻ കാട്ടിപ്പോയി. കാട്ടിലവൻ നടന്നു. പക്ഷേ വാഗ്ദാനം പാലിക്കാത്ത ഹരിശ്ചന്ദ്രൻ എന്ന രാജാവിൻ്റെ ഉദരം പെരുത്തു. മഹോദരം കൊണ്ട് അയാൾ മരിക്കുന്നതായപ്പോൾ വീണ്ടും ഇന്ദ്രനെ വിളിച്ച് കരഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു നീ ബലിത,
മോൻ എവിടെയോ പോയി കളഞ്ഞു, ഞാൻ എന്ത് ചെയ്യട്ടെ, ആ പ്രായത്തിലുള്ള വേറെ ഒരുത്തം മതിയോ എന്ന് ചോദിച്ചു. അങ്ങനെ ശരി, എനിക്ക് വേറെ ഒരാളായാലും മതി. അങ്ങനെ രാജാവിൻ്റെ സൈന്യം നാട് മുഴുവൻ ചുറ്റി ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ നോക്കി. അങ്ങനെ തേടി ചെന്നപ്പോൾ ശുനശേഖൻ, ശുനപുച്ഛൻ, ശുനലാങ്കൂലൻ എന്ന് 3 സഹോദരങ്ങൾ. ഇടയ്ക്കാണ് ശുനശേഖൻ. ഈ മൂന്ന് സഹോദരങ്ങളിൽ പട്ടിണിക്കാരായ ബ്രാഹ്മണരാണ്, വൈദിക ബ്രാഹ്മണരാണ്. പട്ടിണിക്കാരായവരെ സമീപിച്ചപ്പോൾ പറ്റിയ പ്രായത്തിനുള്ള പയ്യനുമുണ്ട്. ഒരാളുടെ വയ്ക്കും രാജാവിന് പൈസ തരാം, പശുക്കളെ തരാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് 1000 പശു തരാം. അപ്പം തരാമെന്ന് പറഞ്ഞു. മൂത്ത മോനെ എനിക്ക് വേണം എന്ന് അച്ഛൻ പറഞ്ഞു. ഇളയ മോനെ എനിക്ക് വേണം എന്ന് അമ്മയും പറഞ്ഞു. ഇടയിലുള്ളവൻ വിൽക്കപ്പെട്ടു. ഒരു കൗമാരം. അങ്ങനെ അവനെ ബലിക്കല്ലിൽ കെട്ടി, കഴുത്തിലും നാഭിയിലും കാലിലും കെട്ടിയിട്ടു. വെട്ടാൻ ആരുണ്ട്? ആരും തയ്യാറായില്ലേ കുഞ്ഞിനെ വെട്ടാൻ. അപ്പോൾ മകനെ വിറ്റ അച്ഛൻ തന്നെ പറഞ്ഞു, എനിക്ക് 1000 പശുക്കളെ തരാമെങ്കിൽ ഞാൻ വെട്ടാം. ആ കെട്ടിൽ കിടന്ന് സ്വയം മന്ത്രം കണ്ടെത്തി സർവദേവതകളെയും പ്രസാദിപ്പിച്ച് കഴുത്തിലെ കെട്ടും നാഭിയിലെ കെട്ടും പാദത്തിലെ കെട്ടും ഛേദിച്ച് കളയാനുള്ള അവസരമുണ്ടാക്കി. മന്ത്രം കൊണ്ട് ഈ കെട്ടുകൾ അറ്റ് സ്വയം സ്വതന്ത്രനായ ശുനശേഖരന്റെ കഥയാണ്. ആധുനിക ഭാരതം എന്ന് പറയുന്നത് ഉരിയരിക്കഞ്ഞി വെള്ളത്തിനായി വിറ്റതൊരു കതിർപ്പാണ്. ആവണിപ്പുത്തരി, നിറവറ, നാഴി, വെള്ളോട്ടുകിണ്ടിയും നിലവിളക്കും പൂമുഖപ്പലകയും താളിയോല നാരായവും ഹൃദയം ആരൂഢമായൊരു വീടിൻ്റെ ഉടലും ആത്മാവും അസ്ഥിത്തറകളും ഒടുവിലായി എൻ്റെ ഈ നഷ്ടജാതകം. ചെറുപ്പക്കാരുടെ നഷ്ടജാതകം വിറ്റ് ജീവിക്കേണ്ട ഗതികേട് ഒരു നാടിനുണ്ടായി എന്നത് കൂടെ ആലോചിക്കണം. അവിടെ സ്വയം ഊർജം എടുത്ത് എല്ലാത്തിൽ നിന്നും മോചനം നേടാൻ കഴിയുന്ന, സ്വതന്ത്രനാവാൻ കഴിയുന്ന ഒരു തലമുറ. ആ തലമുറയെ സ്വപ്നം കണ്ടാണ് പുരുഷമേധം എന്ന ഈ കവിത എഴുതിയത്. ഒരു അടിക്കുറിപ്പൊന്നും കൊടുത്തിട്ടില്ല, ഇനിയുള്ളത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അല്ല, ഈ കൊച്ചനിത് തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് വലിയ ആനന്ദം തോന്നി. എവിടെയോ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഈ ശക്തിയുടെ വിത്തുകൾ കിടപ്പുണ്ട്. ചില ഘട്ടങ്ങളിൽ മഴ പെയ്യുമ്പോൾ അവ മുളച്ചു വരും. കൽച്ചുവട്ടിൽ മഴ കാത്തു തന്നെ കിടക്കുന്നു കൂട്ടിവെച്ച ഓണമലരിൻ വിത്തുകളല്ല എന്ന് ഞാൻ എൻ്റെ സ്വന്തം പൂവുകൾ എന്നൊരു കവിതയിൽ പണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ കിടക്കുന്ന വിത്തുകൾ ഇതുപോലെ യുവത്വത്തിൻ്റെ, കൗമാരത്തിൻ്റെ, ചെറുപ്പത്തിൻ്റെ വിത്തുകൾ മുളച്ചുയരുമ്പോൾ എല്ലാം കൂടി ഒരുമിക്കുമ്പോൾ ലോകത്തിന് ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്നു.